ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സി ഫോർ ക്രിയേറ്റീവ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാടമുട്ടയുടെ തൊണ്ടിനെ എങ്ങനെ യൂസ് ചെയ്തെടുക്കാമെന്നുള്ളതിൻ്റെ 2 ടിപ്സാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് എടുത്തേക്കണത്. ഇത് കുറച്ച് പഴയതാണ്, അപ്പോൾ നമുക്ക് ഇതിനെ റീവർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാടമുട്ടത്തൊണ്ട് കളക്ട് ചെയ്ത് വെച്ചതുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഹോൾ ഇട്ടിട്ട് ആ മുട്ടേനെ മാറ്റിയിട്ട് തൊണ്ട് മാത്രമായിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റോ കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുട്ടത്തൊണ്ടിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചൂസ് ചെയ്തേക്കണതെന്ന് പറയുന്നത് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ചെണ്ണത്തിന് വൈറ്റ് കളറും പിന്നെ ബാക്കിയുള്ള മുട്ടത്തൊണ്ടിന് റോസും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്തെടുത്തേക്കണത്. ഇനി നമ്മുടെ ഈ പഴയ പ്ലാസ്റ്റിക് ഗ്ലാസ്സിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ പഴയ ഗ്ലാസ് ആയതുകൊണ്ട് ഇതിനകത്ത് പൊട്ടും പിന്നെ സ്ക്രാച്ചസും കറയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൂളൻ ത്രെഡിൻ്റെ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വയലറ്റ് കളർ വൂളൻ ത്രെഡ് എടുത്തിട്ട് ഇതിനകത്ത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ വെച്ചിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണേ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വയലറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വൈറ്റ് ത്രെഡ് എടുത്തു. ഇതിപ്പോൾ നമ്മൾ എഗ് പോട്ട് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്സിന് ഇത് പോകണം മോഡിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൂളൻ ത്രെഡ് കൊണ്ട് ഫുൾ കവർ ചെയ്ത് നമ്മൾ അറ്റത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഗ്ലാസ്സിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ്. ഈ മുട്ടത്തൊണ്ടിയിൽ കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോണം മണ്ണിട്ട് നിറയ്ക്കണത്. ഇതിപ്പോൾ മണ്ണല്ലെങ്കിൽ മണലൊക്കെ നമ്മളിട്ട് കൊടുത്താലും മതി. ഗ്ലാസിൻ്റെ 3/4 ഭാഗം മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോണം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ മണ്ണൊന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇതിന് ശേഷം ഇത്രയും വലിപ്പത്തിലുള്ള കുറച്ച് ഈർക്കിളികളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ ഒരു 8 ഈർക്കിളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസിൻ്റെ ചുറ്റും ഈ ഈർക്കിളികൾ വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ടത്തൊണ്ടിനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ മുട്ടത്തൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒതുക്കി നിരയായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഇതിൻ്റെ ചെയ്യണം. ഇതിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഷേപ്പ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ കറക്റ്റ് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും ഈർക്കിളി എടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഹൈറ്റിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിനേക്കാളും. അപ്പോൾ സെക്കൻഡ് ലെയറിൽ നമ്മളൊരു 3-4 എണ്ണമാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ ഗ്ലാസ്സിൽ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഞാൻ പിങ്ക് കളർ മുട്ടത്തോണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തേർഡ് ലെയറിൽ നമ്മൾ ഒരെണ്ണം കൂടെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിൽ കുറച്ചുകൂടെ എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനുണ്ടായിരുന്ന സ്വീക്വൻസ് ഒക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിററൊക്കെ ഉണ്ടെങ്കിൽ മിറർ വർക്കൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് വർക്ക് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി ഇതിനകത്ത് വന്ന ബാക്കി വന്നേക്കണ മുട്ടത്തൊണ്ടുകളൊക്കെ നമ്മൾ അടുത്തതിനകത്ത് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എഗ്ഷെൽ ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പോകണം. കുറച്ച് ഇല്ലിക്കൊമ്പുകളാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് ഞാൻ ഉണങ്ങിയ ഇല്ലിക്കൊമ്പോ അല്ലെങ്കിൽ നല്ല ശിഖരങ്ങളുള്ളത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് പച്ചയാണെങ്കിൽ നമ്മളപ്പോൾ അത് 2-3 ദിവസം വെച്ചൊന്ന് ഉണക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇനി നമ്മളിത് ഇതിപ്പോൾ ഞാൻ മുറ്റത്താണ് ചെയ്യണത്. അതിനകത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുവാണ് മണ്ണിലേക്ക്. അപ്പോൾ നന്നായിട്ട് ശിഖരങ്ങളുള്ള ഒരു 2-3 ഇല്ലിക്കൊമ്പ് നമ്മൾ ഒരുമിച്ച് ഇതിനകത്ത് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് നമ്മുടെ എഗ് ഷെൽസ് കളർ അടിച്ചത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ എഗ്ഷെൽ ട്രീ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിൽ വരുന്ന ഇതുപോലത്തെ മുട്ടത്തൊണ്ടുകളൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇതുപോലെ കളർ ചെയ്ത് ഇങ്ങനെ നമ്മുടെ മുറ്റത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഒരു പുതിയ ഐഡിയാസ് കൊണ്ടുവന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.